ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന സ്പീക്കറാണ്. സെബ്രോണിക്സിന്റെ 5 ബാർ സ്പീക്കർ. നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു രക്ഷയില്ല. ശരിക്കും പറയാം ചെവി പൊത്തിയാ നിന്നത്. നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ഇതിന്റെ ഏതെങ്കിലും ടി വി അവർ കാണുമ്പോൾ ആ ടി വിക്ക് നല്ല സ്പീഡ് ഉണ്ട് അതിനുമല്ല അപ്പോൾ നമ്മൾ തല്ലിപ്പള്ളി മേടിച്ചു നല്ലത് അത്രയും മേടിച്ചാൽ മതി. പക്ഷെ ആക്ച്വലി അവർ അത്രയും പൈസ മുടക്കാണ്ട് തന്നെ ചെറിയ റേഞ്ചിൽ ആ ടി വി കിട്ടും. ബഡ്ജറ്റിൽ നാട് കുലുക്കാൻ പറ്റിയ സ്പീക്കറുകൾ എന്ന് പറഞ്ഞാൽ സ്പീക്കറുകൾ മാത്രമല്ല LED ടിവികൾ, കാർ ആക്സസറികൾ, അങ്ങനെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഷോപ്പിലാണ്, ഒരു കിഡിലൻ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനെന്നുള്ളത് എറണാകുളം ജില്ലയിലുള്ള നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ മോഡേൺ ഇലക്ട്രോണിക്സിലാണ്. ഈ ഷോപ്പിന് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ എല്ലാ ഐറ്റംസും വിൽക്കുന്നത്. കൂടാതെ ഇവർ കസ്റ്റമർ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയാലും ആഫ്റ്റർ സർവീസ് ആയാലും എന്തായാലും മറ്റു ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോഴേക്കും ഈ ഷോപ്പ് നിങ്ങൾക്ക് തരുന്ന സർവീസ് ആ രീതിയിലാണ്. അപ്പോൾ ഈ ഷോപ്പിന്റെ വിശേഷങ്ങളും വിലകളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഓണറെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ. നമസ്കാരം. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു. നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ പള്ളിമുക്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ മെഡിക്കൽ ടെസ്റ്റിന്റെ അടുത്തുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിനകത്താണ് ഇലക്ട്രോണിക് എക്സ്പോ ബിൽഡിങ്ങിനാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ. എത്ര വർഷമായി നമ്മളിവിടെ ഉണ്ട്? നമ്മളിവിടെ 19 കൊല്ലമായിട്ടുണ്ട്. 19 കൊല്ലം. അത് ചെറിയ കാലമല്ല അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഇത്രയും വർഷമായിട്ടും ഈ ഒരു ഫീൽഡിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? കാരണം നമ്മളൊരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1 ഇയർ വാറണ്ടിയോ 2 ഇയർ വാറണ്ടിയോ കൊടുത്താലും അത് കഴിഞ്ഞിട്ട് വന്നാൽ നമ്മൾ അതിനുള്ള സർവീസ് റെസ്പോൺസ് കൊടുക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, സാധാരണ ഈ സർവീസ് പീരീഡ് പറയുന്ന കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണാറില്ല എന്നല്ല, ചിലരിപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിന് ഹൈ ആയിട്ട് നല്ലൊരു റേറ്റ് പറയും, ചാർജ് പറയും, അപ്പൊ അവർ ഒഴിവാക്കും. അതിനുശേഷമാണ് അവരെ ബിസിനസ് തുടങ്ങുന്നത്. നമ്മൾ അങ്ങനെയല്ല, മാക്സിമം മിതമായ റേറ്റിൽ അത് എങ്ങനെങ്കിലും റെഡിയാക്കി കൊടുക്കും. അപ്പൊ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ആ ഒരു പിന്നെ എന്തെങ്കിലും മേടിക്കാൻ നമ്മുടെ ഷോപ്പിലേക്ക് വരാനുള്ള താല്പര്യം കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ നിന്ന് പിന്നെ പോവില്ല. അങ്ങനെയുള്ള കസ്റ്റമർ നമ്മളെ തന്നെ മിനിമം റെഗുലർ കസ്റ്റമർ ഓരോ പ്രൊഡക്റ്റ് മാറുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള പുതിയ ഐറ്റം വരുമ്പോഴല്ലോ അവർ ഫസ്റ്റ് നമ്മളെ തന്നെ വിളിക്കുന്നു, നമ്മളെ തന്നെ വരുന്നു. പണ്ട് പോലെ ഒരു 10 നമ്മുടെ ഷോപ്പിൽ ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഷോപ്പിലേക്ക് പോകുള്ളൂ. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ ഏകദേശം എത്ര ഷോപ്പ് ഉണ്ടാവും? ഏകദേശം 100 മേലെ ഷോപ്പ് കൂടെ ഉണ്ട്. പക്ഷേ ഈ ഷോപ്പിൽ മാത്രം എപ്പോഴും നല്ല തിരക്കായിരിക്കും. എന്തുകൊണ്ടാണ് അതിന്റെ കാര്യം? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഷൂട്ടിന് വന്നിട്ട് പോലും ഒത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് കിട്ടിയത്. അതാണ് ഈ ഷോപ്പിന്റെ ഒരു തിരക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരുപാട് ഷോപ്പ് ഉണ്ടെങ്കിലും ഈ ഷോപ്പ് മാത്രം എങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ ഒരുപാട് പറഞ്ഞിതാക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം സ്പീക്കറുകളുടെ സെക്ഷനിലോട്ട് പോകാം അല്ലേ? നമുക്ക് അതൊന്ന് നോക്കാം. ഈ ട്രോളി സ്പീക്കറുകൾ എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 6,000 തുടങ്ങിയിട്ട് മേലോട്ട് വരുന്നത്. 2 കോർഡ്ലെസ് മൈക്ക് വരും, ബ്ലൂടൂത്ത്, USB എല്ലാ ഐറ്റവും വരും അതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഒരു വാട്ടേജ് അനുസരിച്ചിട്ട് പല മോഡൽസ് വരും, റേഞ്ചിൽ വരും. ഇപ്പൊ ഈ ഒരു മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 കോർഡ്ലെസ് മൈക്ക് വരും ഇതിനകത്ത്, ബ്ലൂടൂത്ത്, USB എല്ലാം ഉള്ള ഒരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണത്. ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്ന ഒരു മോഡലുമാണത്. ഓക്കെ, എത്ര വാട്ടാണ് പറഞ്ഞത്? ഇത് 100 വാട്ട്. 100 വാട്ടിന്റെ 100 വാട്ടാണ്. 2 കോർഡ്ലെസ് മൈക്ക് വരും ഇതിനകത്ത്. ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞോ. ലിമോർ എന്ന് പറയുന്ന ഒരു 5-8 വർഷമായിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ബ്രാൻഡാണ്. ഓക്കെ, അതിപ്പോ സർവീസും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഇവർക്ക് LED TV ഉണ്ട്, ട്രോളി സ്പീക്കർ ഉണ്ട്, സൗണ്ട് ബാർ ഉണ്ട്, കാറിന്റെ ആക്സസറീസ് ഉണ്ട്, കാറിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സബ് വൂഫർ, അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട്. ഈ ഷോപ്പിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് ഈ ഷോപ്പിൽ? നമ്മൾ മെയിൻ ആയിട്ട് ലിമോർ, സെബ്രോണിക്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ. സെബ്രോണിക്സിന്റെ സൗണ്ട് ബാറുകൾ ഉണ്ടല്ലോ, സൗണ്ട് ബാറുകൾ, അതിന്റെ സൗണ്ട് ബാറുകൾ, പാർട്ടി സ്പീക്കറുകൾ, ഇതിന്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മള്. സെബ്രോണിക്സ്, ലിമോർ, പിന്നെ ബ്രാൻഡഡ് കാറിന്റെ ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് എല്ലാം ചെയ്യുന്നുണ്ട്. സോണി, സാംസങ്, സോണി, പൈനിയർ അങ്ങനത്തെ ഐറ്റം എല്ലാം ചെയ്യുന്നുണ്ട്. കാർ ആക്സസറീസ് മാത്രമായിട്ട് അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അപ്പുറത്ത് റീറ്റെയിൽ ഷോപ്പ് ഉണ്ട്, വണ്ടി ഇൻസ്റ്റലേഷൻ എല്ലാം ആയിട്ടുള്ള. പിന്നെ നമ്മുടെ ഈ എല്ലാ ഐറ്റംസും നമ്മുടെ കാലിക്കറ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇവിടെ പറയുന്ന എല്ലാ ഐറ്റംസും എല്ലാം കാലിക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഉടനെ ഉണ്ടാവും. ഇത് സെബ്രോണിക്സിന്റെ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് മൂവിങ് മോഡലാണിത്.
ഇത് 120 വാട്ട് RMS വരുന്നതാണ്. ഇതിനകത്ത് വെച്ചാൽ മൈക്ക് 2 UHF മൈക്കാണ് വരുന്നത്. UHF മൈക്ക് എന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ ഈ ഒരു മൈക്കും ഈ ഒരു മൈക്കും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഹലോ എന്ന് പറഞ്ഞാൽ കിട്ടും, മറ്റേത് ഇങ്ങനെ ചുണ്ടത്ത് ചേർത്ത് പിടിച്ചാൽ കിട്ടും. ഇത് VHF മൈക്കാണ്, ഇത് UHF മൈക്കാണ്. മൈക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. വ്യത്യാസം ഉണ്ടോ? അപ്പൊ കരോക്കെ ഒക്കെ പാടുന്ന ആൾക്കാർക്ക് ഇപ്പൊ പിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാടാനൊന്നും സാധാരണ ഈ മൈക്ക് കൊണ്ട് പറ്റത്തില്ല. അത് ഇതിനെ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈ ഇതിനകത്ത് മൈക്കിന് സ്പീക്കറിന് ബാസ് ട്രബിൾ ഉണ്ട് ഓൾറെഡി. അതുകൂടാണ്ട് മൈക്കിന് ബാസ്, ട്രബിള്, എക്കോ, ഡിലേ എല്ലാ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ 2 വയർഡ് മൈക്കും ഗിറ്റാർ ഇൻപുട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ വിലയിൽ തന്നെയാണോ കിട്ടുന്നത്? അല്ല, ഇത് കുറച്ച് പ്രൊഫഷണൽ ആണ്. ഒരു 20,000 താഴെ വരില്ല, താഴെ വരും. അപ്പൊ ഇതിനകത്ത് വെച്ചാല് ഒരു 100 പേരൊക്കെ ഇരിക്കുന്ന ഒരു വലിയൊരു പരിപാടിക്കൊക്കെ ഒരു ഹാളിലേക്കൊക്കെ ഇത് ഈ ഒരു ഐറ്റം മതി. നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു PI സെഗ്മെന്റിൽ മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 30,000 മേലെ റേഞ്ച് ആവും. ഈ റേഞ്ച് ബഡ്ജറ്റ് ആവും. അതില് റേഞ്ച് കുറഞ്ഞ സാധനമാണ്. അതേ കാര്യങ്ങളെല്ലാം അതിൽ കൂടുതൽ കിട്ടും, ഇതിനകത്ത് കിട്ടും. പിന്നെ ഇപ്പൊ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഈ പാർട്ടി സ്പീക്കറൊക്കെയാണ് ഈ ടൈപ്പ് ഒക്കെ വന്നത്. ഇതെന്ന് വെച്ചാൽ 15 ഇഞ്ച് സ്പീക്കർ അതിനകത്ത് വരുന്നത്. 15 ഇഞ്ച് സ്പീക്കർ. പിന്നെ ഇതേ സെയിം തന്നെ UHF മൈക്കായിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് മോഡലാണത്. ഇതാണ് ഏറ്റവും ബേസിക് വന്ന മോഡൽ. ബേസിക് മോഡൽ ഒരു 2000 റേഞ്ചിൽ 1850 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് മോഡലാണ്. 1850 വിത്ത് കോഡ്ലെസ് മൈക്ക്. കോഡുള്ള ഒരു കോഡ്ലെസ് മൈക്ക് ഉണ്ടാവും. USB, ബ്ലൂടൂത്ത് എല്ലാ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ വാട്ടേജ് കുറവായിരിക്കും. പിന്നെ അതിന്റെ തൊട്ട് കൂടിയ മോഡലൊക്കെയാണ് ഇതൊക്കെ വരുന്നത്. ഒരു 5500 ആ റേഞ്ച് വരുന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞ കൂടിയ മോഡലൊക്കെ പറഞ്ഞില്ലേ 20,000 അതേ ഫീച്ചറുള്ള വാട്ട് കുറഞ്ഞ മോഡലാണ്. UHF മൈക്കാണ്, VHF അല്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതേ സെയിം UHF മൈക്ക് പറഞ്ഞ മോഡലാണ്. പിന്നെ ഇതൊരു പാർട്ടി സ്പീക്കറാണ്. JBL ഒക്കെ വരുന്നില്ലേ, അത് കണക്കുള്ള ഒരു പാർട്ടി സ്പീക്കറാണ്. നല്ല അത്യാവശ്യം നല്ല ബേസ് ഉണ്ടാവും. പക്ഷെ കരോക്കെ പാടാം. പക്ഷെ ആ ഒരു ഐറ്റമായിട്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ പറ്റിയ സാധനമാണ്. ഇത് രണ്ട് സെഗ്മെന്റ് ആണ്. ഇത് പാർട്ടി സ്പീക്കർ, മറ്റേ ട്രോളി സ്പീക്കർ. മറ്റേത് ഔട്ട്ഡോർ ഉപയോഗിക്കുന്നതാണ്, ഇത് ഇൻഡോർ ഉപയോഗിക്കുന്നതാണ്. എല്ലാം ബാറ്ററി വരുന്ന മോഡലാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇത് ബാറ്ററി ഇല്ലാത്തത് ഡബിൾ സ്പീക്കർ വരുന്ന 2 12 ഇഞ്ച് സ്പീക്കർ വരുന്ന മോഡലാണ്. 2 UHF മൈക്കാണ്. ഔട്ട്ഡോർ വയ്ക്കുന്ന ഐറ്റം. ഇത് നമ്മളെ സെബ്രോണിക്സിന്റെ സൗണ്ട് ബാറുകളാണ്. സെബ്രോണിക്സിന്റെ സൗണ്ട് ബാർ നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഇതല്ല. സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 5000 സ്റ്റാർട്ട് മുതൽ റേഞ്ച് വരുന്നുണ്ട് സെബ്രോണിക്സിന്റെ സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ. പിന്നെ അതിനകത്ത് തന്നെ 160 വാട്ട് വരുന്നുണ്ട്. പിന്നെ വിത്ത് 5.1 ഡോൾബി ഉള്ള മോഡലുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല ഓൺലൈനിനെക്കാട്ടി നല്ല പ്രൈസ് കൊടുക്കാനും പറ്റും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പറയായിരുന്നു, ഓൺലൈനേക്കാളും വില കുറവിലാണ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓൺലൈനെക്കാട്ടും എല്ലാ ഐറ്റം അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് മാക്സിമം നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കുന്നത്. അതിപ്പോ നമ്മുടെ ഡീലർ ആയതുകൊണ്ടല്ലേ? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും കസ്റ്റമർ. പിന്നെ ഈ സൗണ്ട് ബാറിൽ തന്നെ നമ്മുടെ അടുത്ത് ഒരു 10-30 മോഡലുണ്ട് സൗണ്ട് ബാറിൽ മോഡല്. പിന്നെ നമ്മുടെ ഡീലർമാർക്ക് സപ്ലൈ ഉണ്ട് മറ്റു ഷോപ്പുകളിലേക്ക്. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ ഷോപ്പിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രൈസിൽ മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ മോഡലും നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോസ് കാണിക്കാനായിട്ട് വീഡിയോയുടെ ലെങ്ത്തും കൂടി പോകും, ആൾക്കാർക്ക് ലാഗിങ് വരും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് മോഡൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഒരുപാട് മോഡൽസ് നമ്മുടെ അവൈലബിൾ ആണ്. ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമർക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് മേടിച്ചിട്ട് പോകാം. ഇവിടെ മേടിക്കുന്ന ഈ പ്രോഡക്റ്റുകൾക്ക് വാറണ്ടി ഇപ്പൊ സെബ്രോണിക്സിനെയൊക്കെ 1 ഇയർ ഓൺ സൈറ്റ് വാറണ്ടിയാണ്. ഓൾ കേരള ഓൾ ഇന്ത്യ ഓൺ സൈറ്റ് വാറണ്ടിയാണ്. എന്ത് കമ്പനിയെങ്കിലും അവർ വീട്ടിലും ചെയ്ത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സർവീസ് വന്നാലും നമ്മളായിട്ട് സമീപിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ലിമോറിൽ 1 ഇയർ തന്നെ ഗ്യാരണ്ടി ഉണ്ട്. അത് ഷോപ്പ് വാറണ്ടിയാണ് ഉള്ളത്. അതെല്ലാം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി കാണാൻ പോകുന്നത് ഈ ഷോപ്പിലെ LED ടിവികളുടെ കളക്ഷനാണ്. നമുക്ക് LED ടിവികളുടെ എത്ര ഇഞ്ച് മുതൽ എത്ര ഇഞ്ച് വരെ? ടിവി നമ്മുടെ അടുത്ത് 24 ഇഞ്ച് തുടങ്ങിയിട്ട് 85 ഇഞ്ചുള്ള ടിവി നമ്മുടെ അവൈലബിൾ ആണ്. നമ്മൾ ടിവി കൊടുക്കുന്നത് 2 വർഷം വാറണ്ടി, ആഫ്റ്റർ സർവീസും കൊടുക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പാനൽ A ഗ്രേഡ് പാനലാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇതിപ്പോൾ ഗൂഗിൾ ടിവി ആണ്, 55 ഇഞ്ചിന്റെ ഗൂഗിൾ ടിവി ആണ്. അത് സർട്ടിഫൈഡ് ഗൂഗിൾ ടിവി ആണ്. ഗൂഗിൾ ടിവി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്നത്
പൈറേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ടി വി ഉണ്ട്. അതെ അതെ ഇത് സർട്ടിഫൈഡ് ഗൂഗിൾ ടി വി. സർട്ടിഫൈഡ് ഗൂഗിൾ ടി വി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അതിന്റെ ഗൂഗിൾ ലൈസൻസ് ഉള്ള ഗൂഗിൾ ടി വി ആയിരിക്കും. അപ്പോൾ ഗൂഗിളിൽ അപ്ഡേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഡേഷൻ വരും. മറ്റേന്ന് വെച്ചാൽ അപ്ഡേഷൻ വരും, നമ്മൾ എന്താ മേടിക്കണം അത് തന്നെ ആ ജീവിതകാലം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, ടി വി കംപ്ലൈന്റ് ആവുന്നവരെ. ഈ വരുന്ന മാറ്റങ്ങളൊന്നും അറിയില്ല. മറ്റേത് സർട്ടിഫൈഡ്, അതിന് പ്രത്യേകിച്ച് എടുത്തു വേണം, സർട്ടിഫൈഡ് ഗൂഗിൾ ടി വി ആയിരിക്കും. 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് ഇതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ സർവീസ് കൊടുക്കും. പിന്നെ ഇതിനകത്ത് വെച്ചാൽ ഇത് പാനൽ ഉപയോഗിക്കുന്നത് A+ പാനലാണ്. ഈ പാനലിൽ 3-4 ക്വാളിറ്റി ഉണ്ട്. അതായത് 3 ഗ്രേഡ് ഉണ്ട് പാനൽ, A, B, C എന്നുള്ള ഗ്രേഡ് ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേന്ന് വെച്ചാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അത് റിജക്ട് ചെയ്യുന്ന പാനലായിരിക്കും. അത് പ്രൈസ് കുറച്ച് കിട്ടും, ടി വിക്ക് പ്രൈസും കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ 1 വർഷമോ 1-1.5 വർഷം കഴിയാൻ നേരത്തായിരിക്കും അതിന്റെ കംപ്ലൈന്റ് പുറത്തേക്ക് വരുന്നത്. മാറി തുടങ്ങണം. മറ്റേന്ന് വെച്ചാൽ നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു റേഷ്യോ കുറവായിരിക്കും, പൊതുവെ കുറവായിരിക്കും. മറ്റേന്ന് വെച്ചാൽ അവര് ഗ്രേഡ് തിരിക്കാൻ നേരത്ത് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ റേറ്റ് കുറച്ചിട്ട് ഇപ്പൊ 5,990, 4,990 പരസ്യം ചെയ്യേണ്ടി ടി വി ഓരോ വലിയ വലിയ ഷോപ്പുകൾ. ഇപ്പൊ ടിവിക്ക് പൊതുവേ വിലക്കുറവാണ്, പുതിയ കുറെ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ എന്താണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഈ ലുമോറിന്റെ പാനലിന്റെ കേസ് നമ്മൾ വില കുറച്ച് കൊടുക്കണതിൽ അർത്ഥമില്ല. നമ്മൾ കൊടുക്കണ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് വരില്ല. ഇപ്പൊ നമ്മളൊരു ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ സാധനത്തിന് 5 വർഷം വാറണ്ടിന്നോ 10 വർഷം വാറണ്ടിന്നോ ഉള്ള അർത്ഥം ആ സാധനത്തിന് നമുക്കൊരു ക്വാളിറ്റി ഗ്യാരണ്ടി ആണെങ്കിൽ നമുക്ക് അത് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. മറ്റേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ ടി വിയിൽ ഇപ്പോൾ 32 ഇഞ്ച് ടി വി മാർക്കറ്റിൽ പരസ്യം ചെയ്യുന്നുണ്ട് 4,990. ആ ഷോപ്പുകാർ തന്നെ വിൽക്കുന്ന ടി വി, നല്ല ബ്രാൻഡ് ടി വി വിൽക്കുന്നത് അതിൽ കൂടുതൽ വിലക്കാണ്, അതിന്റെ ഇരട്ടി വിലയ്ക്ക് കൊടുക്കണം. ഇത് രണ്ടും വിൽക്കുന്ന ഒരു ഷോപ്പിലാണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെന്ത് അത് ഇതും സെയിം ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ അവർ ക്വാളിറ്റി കുറവാന്ന് കംപ്ലൈന്റ് പറഞ്ഞു വരുമ്പോൾ മേടിച്ചത് അവര് ഒരു പേപ്പറിലോ ഒരു ആഡ് കൊടുത്തിട്ട് കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതില് നമുക്കതില് കസ്റ്റമർ അവർ മേടിച്ചിട്ട് പോകും. അത് കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈന്റ് ആവുന്ന വിൽക്കുന്നവർക്ക് അറിയാം, മേടിക്കുന്നവർക്ക് അറിയില്ല. അവര് വില കുറച്ച് കിട്ടുന്ന മേടിച്ചിട്ട് പോകണം. ഇപ്പൊ വില കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പാനലിന്റെ ക്വാളിറ്റിയില് ഗ്രേഡ് കുറഞ്ഞ ഗ്രേഡുള്ള പാനലിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. അല്ലാണ്ട് അവർക്ക് കൊടുക്കാൻ മുതലാവില്ല. അപ്പൊ ആ ഒരു ഷോപ്പിൽ തന്നെ നല്ലൊരു ടി വി കൊടുക്കുന്നത് അതിന്റെ ഇരട്ടി പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അത് ക്വാളിറ്റി വ്യത്യാസം. അപ്പൊ നമ്മുടെ 55 ഇഞ്ച് ഗൂഗിൾ ടി വി QLED ടി വി ആണ്. QLED ടി വി. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാല് കമ്പാരിസൺ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ QLED വരുന്ന സാംസങ്ങിലേക്കാണ് QLED വരുന്നത്. ആ ഒരു ബഡ്ജറ്റ്, പക്ഷെ അത്ര പ്രൈസ് വരില്ല. സാംസങ് തന്നെ സാംസങ്ങിന്റെ ഒരു ബിൽഡിൻ റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ക്വാളിറ്റി സെയിം ആയിരിക്കും, A ഗ്രേഡ് പാനലായിരിക്കും. സർട്ടിഫൈഡ് ഗൂഗിൾ ടി വി ആണ്. ഒരു ടെൻഷനും വേണ്ട, എല്ലാ അപ്ഡേഷനും കിട്ടും. പിന്നെന്ന് പറയാന്ന് വെച്ചാൽ ഇതിനകത്ത് A+ പാനലായിരിക്കും. അത് A+ പാനല് QLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒത്തിരി സൈസ് ഇല്ല ഇവിടെ. ഇതിനകത്ത് എല്ലാ സൈസും ഉണ്ട്. എല്ലാ സൈസും നമ്മൾ ഡിസ്പ്ലേ വയ്ക്കാനുള്ള സ്ഥലപരിമിതി കൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്. ഇത് ഇന്ററാക്റ്റീവ് ടി വി എന്ന് പറയും. ഇന്ററാക്റ്റീവ് ഇത് ടച്ച് പാഡുള്ള ടി വി ആണ്. നമുക്ക് സ്കൂളുകളിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഈ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടി വി ആണ് ഇന്ററാക്റ്റീവ് ടി വി. ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സ്കെയിലോ അങ്ങനെ എല്ലാ സംഭവം നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അപ്പൊ ഇത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു പിക്ചർ ആണെങ്കിൽ ഒരു പിക്ചർ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനും എല്ലാം ഇത് ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. സ്കൂളുകള് കോളേജുകളിൽ അതിനൊക്കെ ഉപയോഗിക്കുന്ന ടി വി ആണ് ഇന്ററാക്റ്റീവ് ടി വി. അത് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ററാക്റ്റീവ് ടി വി നമ്മുടെ 55 ഇഞ്ച് 65 ഇഞ്ച് 75 ഇഞ്ച് വരെ സ്റ്റോക്ക് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് ടി വി ആണ്, പ്ലസ് ടച്ച് പാഡുള്ള ടി വി ആണ്. ടി വി ആയിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് HDMI പോർട്ട് ഉണ്ട്. നമുക്ക് ഇപ്പൊ ആൻഡ്രോയിഡും വിൻഡോസ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ആൻഡ്രോയിഡിന്റെ തന്നെ ഇതിനകത്ത് കുറച്ച് റാം എല്ലാം ഈ 4GB 8GB സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ടി വി എല്ലാം വരുന്നത് 2GB അല്ലെങ്കിൽ 1GB വരുന്നത്. ഇത് വെച്ചാൽ 4GB തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്പീഡ് കൂടുതൽ വേണം, കാരണം കുറെ ഐറ്റം ഇപ്പൊ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ആ ക്ലാസ് എടുത്ത പോർഷൻ ഒരു QR വഴി ആ ദിവസം ലീവുള്ള സ്റ്റുഡന്റിന് അയച്ചു കൊടുക്കാൻ പറ്റും. അതേ ക്ലാസ് ടീച്ചർ എന്താ എടുത്തത് അത് അങ്ങനെ സ്റ്റുഡന്റിന് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇന്ററാക്റ്റീവ് ടി വി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. ഒരു മൾട്ടി യൂസ് ഉള്ള സാധനമാണ്. ഇത് ബഡ്ജറ്റ് എങ്ങനെയാണ് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റും? സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്നല്ല. ഇതൊരു മിനിമം റേഞ്ച് വരുന്നത് ഒരു 75 എബോവ് വരുന്നത്. 75,000 എബോവ് വരും. പക്ഷെ ഒരു സ്കൂളുകളിൽ ഒരു നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ സ്കൂളിലൊക്കെ ഒരു ക്ലാസ് റൂമിൽ വെക്കുമ്പോൾ അവർക്ക് കുറെ അഡ്വാൻറ്റേജ് ആണ്. ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ നോട്ട് അയക്കാനായാലും എല്ലാ കാര്യത്തിലും പറ്റൂല.
ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ടീച്ചർ ഇല്ലെങ്കിൽ പോലും ടീച്ചർ ഒരു ക്ലാസ് എടുത്ത ഒരു വീഡിയോ അത് നേരെ പെൻഡ്രൈവിൽ അയക്കിട്ടോ അല്ലെങ്കിൽ മെയിൽ അയച്ചോ സെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലാസ് അതേ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാവും. ഓക്കെ, ഇതിപ്പോൾ 3 സൈസിലാണ് വരുന്നത് നമുക്കല്ലേ? ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ 55 ഇഞ്ച്, പിന്നെ വരുന്നത് 65, 85. ഓക്കെ, 3 ഇഞ്ച് അളവ് സൈസ് കൂടിയുണ്ട്, അതുപോലെ ക്യാരിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഓക്കെ നമ്മളത് ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഈ LED TV കാര്യം പറഞ്ഞല്ലോ, അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര രൂപ മുതലാണ്? LED TV നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഒരു 3,800 തുടങ്ങി വരുന്നുണ്ട്. 3,800 മുതലാണ് അല്ലേ? 3,000. അത് 20 ഇഞ്ച് ടി വി ആണ്. 20 ഇഞ്ച് ടി വി, 24 ഇഞ്ച്, 32 ഇഞ്ച്, 32 ഇഞ്ച് സ്മാർട്ട്, 32 ഇഞ്ച് ആൻഡ്രോയിഡ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ അതൊരു സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ടി വി മേടിക്കുമ്പോൾ എല്ലാ ടിവിയും ആൻഡ്രോയിഡ് ടി വി എന്ന് പറയും. ഇപ്പൊ 5000 രൂപ ടി വി എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയും. പക്ഷെ അത് ആൻഡ്രോയിഡ് അല്ല, അത് സ്മാർട്ട് ടി വി ആണ്. അതെന്ന് വെച്ചാൽ വ്യത്യാസം എന്ന് വെച്ചാൽ 512 MB റാം ഉണ്ടാവുള്ളൂ ആ ടി വിയിൽ. അതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ 1 GB റാം ആയിട്ട് കാണിക്കും. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോ ഒരു ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉപയോഗിക്കാൻ നേരത്തെ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ എടുക്കാൻ നേരത്ത് ടി വി കുറച്ച് ദിവസം കഴിയാൻ നേരത്ത് ലാഗ് വരും, ഹാങ് ആയി തുടങ്ങും. അത് ആക്ച്വലി 1 GB റാം ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ ഈ ലാഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ സാംസങ്ങിന്റെ ഒരു ഫോൺ മേടിക്കാന്ന് വെച്ചു, സാംസങ്ങിന്റെ ഫോൺ S23 അൾട്രയ്ക്ക് 1 lakh rupees വിലയുണ്ട്. അത് തന്നെ കുറഞ്ഞ ഫോൺ എടുക്കുകയാണെങ്കിൽ സാംസങ് തന്നെയാണ്. രണ്ടും ഒന്നല്ലല്ലോ, ഒരാൾ തന്നെയാണ്, പക്ഷെ രണ്ടും ഒന്നല്ല. അതേപോലെ ഇതിനകത്ത് ടി വി തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, സ്മാർട്ട് ഉണ്ട്. എല്ലാവരും പറയുമ്പോൾ ആൻഡ്രോയിഡ് ടി വി. ആൻഡ്രോയിഡ് ടി വിയിൽ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ഉണ്ട്, പൈറസി ആൻഡ്രോയിഡ് ഉണ്ട്. സർട്ടിഫൈഡ് ആൻഡ്രോയിഡിലാണ് അപ്ഡേഷൻ വരുള്ളൂ, മറ്റേത് അപ്ഡേഷൻ വരില്ല. ഇത്രയും കാര്യങ്ങൾ നോക്കാനുണ്ട്, അത് ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും നമ്മൾ പറയുന്ന ശ്രദ്ധിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. നമ്മൾ ടി വി ഉപയോഗിക്കാൻ നേരത്തെ ജസ്റ്റ് യൂട്യൂബ് ഒക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബാക്ക് എടുത്ത് ഒന്നൊക്കെ എടുക്കുമ്പോൾ ടി വി ഇങ്ങനെ പയ്യെ ലാഗായി തുടങ്ങും. ശരിയാ, ദിവസം കൂടുന്നതോറും ലാഗ് കൂടും. മറ്റേന്ന് വെച്ചാൽ ആക്ച്വലി ഒരു 1 GB റാമുള്ള ടി വി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 13 ഇഞ്ച് ടി വി 1 GB റാം 8 GB മെമ്മറി ഉള്ള ഒരു ടി വി കൊടുക്കുകയാണെങ്കിൽ ആ ടി വിക്ക് നമ്മുടെ പ്രൈസ് വരുന്നത് ഒരു 10,000 റേഞ്ച് വരും. 2 year ഗ്യാരണ്ടി ഉള്ള IPS പാനൽ, A ഗ്രേഡ് പാനൽ വെച്ചൊരു ടി വിക്ക് 10,000 റേഞ്ച് മിനിമം റേഞ്ച് വരും. ആ ടി വി തന്നെ മാർക്കറ്റിൽ കിട്ടും 1 GB തന്നെ കൊടുക്കും. എത്രയാണ്? 8,000 7,500. ആക്ച്വലി അത് 1 GB ഉണ്ടാവില്ല. ആ മദർ ബോർഡിന്റെ റേറ്റ് തന്നെ 2,000 രൂപ ഡിഫറൻസ് ഉണ്ട്. അവരെന്ന് വെച്ചാൽ ഈ 512 MB ബോർഡിനെ 1 GB ആയിട്ട് ഫ്ലാഷ് ചെയ്തിട്ട് കൊടുക്കും. കസ്റ്റമർ ചെക്ക് ചെയ്യാൻ നേരത്ത് 1 GB, ഞാൻ ചെക്ക് ചെയ്യാൻ നേരത്ത് 1 GB. പക്ഷെ അതിന്റെ കപ്പാസിറ്റി അല്ല, അത് ഫ്ലാഷ് ചെയ്തു, അതായത് ജെനുവിൻ ആയിരിക്കില്ല. അതിനൊരു സോഫ്റ്റ്വെയർ സഹായത്തോടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത് ഏതാണെന്ന് അറിയാൻ പറ്റും. 1 GB ആണ് 512 ആണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് എല്ലാവരും ഈ കോമ്പറ്റീറ്റീവ് പരിപാടിയാണ്. കോമ്പറ്റീറ്റീവ് പറയുമ്പോൾ ഞാനും കൊടുക്കുന്ന 1 GB, ചേട്ടൻ കൊടുക്കുന്നത് 1 GB. പക്ഷെ ഇതിനകത്ത് കസ്റ്റമർ പറഞ്ഞു നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. പിന്നെ മേടിച്ച് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് കണക്കൂട്ടും. അന്നേരം നല്ലൊരു ബ്രാൻഡ് ടി വി അതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടിയ ടി വി, ഇപ്പൊ ബ്രാൻഡഡ് ടി വിയില്ലേ, സോണിയോ ഏതെങ്കിലും ടി വി അവർ കാണുമ്പോൾ ആ ടി വിക്ക് നല്ല സ്പീഡ് ഉണ്ട്, അതിന് വില. അപ്പോൾ നമ്മൾ തല്ലിപ്പള്ളി മേടിച്ച് നല്ലത് അത്ര മേടിച്ചാൽ മതി. പക്ഷെ ആക്ച്വലി അവർ അത്രയും പൈസ മുടക്കാണ്ട് തന്നെ ചെറിയ റേഞ്ചിൽ ആ ടി വി കിട്ടും. അത് കൂടി ലാഭിച്ചു കൊടുക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. തീരെ ലോയിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത് പ്രൊജക്ടർ അതാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങോട്ടൊന്ന് പോകും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷോപ്പിലുള്ള പ്രൊജക്ടറുകളുടെ കളക്ഷനാണ്. ഒത്തിരി മോഡലുകളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് തരാൻ പറ്റിയ ഒരുപാട് മോഡലുകളാണ് ഈ ഷോപ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് കാണുന്നില്ല, ഇത് കുറച്ച് മോഡൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലെ പ്രൊജക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന വില എത്രയാണ്? സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്, ഒരു 5,000 റേഞ്ച് വരുന്നതാണ്. 5,000 വിത്ത് വൈഫൈ കണക്ടിവിറ്റി ഉള്ള പ്രൊജക്ടറാണ് 5,000 തുടങ്ങി വരുന്നത്. പിന്നെ അതെന്ന് വെച്ചാൽ ലൂമിനൻസ് കുറവായിരിക്കും. സ്ക്രീൻ സൈസ് ഇല്ലേ, സൈസ് വലിയ സൈസ് ആയി കഴിഞ്ഞാൽ പടം ക്വാളിറ്റി ഉണ്ടാവില്ല, ചെറിയ സൈസിൽ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് തുടങ്ങിയിട്ട് ഇതാകുമ്പോൾ ഒരു 8,500, ഇതൊരു 9,500 ആ റേഞ്ചിലുള്ള പ്രൊജക്ടർ ഉണ്ട്. ഏറ്റവും കൂടി വരുന്നത് ഇതാണ് സെബ്രോണിക്സിന്റെ പ്രൊജക്ടർ വരുന്നത്. ലൂമിനൻസ് വെച്ചാൽ റേറ്റ് വ്യത്യാസം വരുന്നത്. ആൻഡ്രോയിഡ് പ്രൊജക്ടർ ഉണ്ട്, പിന്നെ നോർമൽ പ്രൊജക്ടർ ഉണ്ട്. ആൻഡ്രോയിഡിൽ വരുന്നത് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഇതാണ് സെബ്രോണിക്സിന്റെ പിക്സാപ്ലൈ 50 എന്നുള്ള മോഡൽ. അതൊരു 18,000 താഴെ ആ റേഞ്ച് വരുന്നത്. 1 year ഗ്യാരണ്ടി ഉണ്ടാവും. ഫുള്ളി ആൻഡ്രോയിഡ്. ഏറ്റവും കുറവുള്ള ഗ്യാരണ്ടി ഉണ്ടോ? ഏറ്റവും കുറഞ്ഞ സർവീസ് വാറണ്ടി ഉണ്ടോ? സർവീസ് വാറണ്ടി 5,000 റേഞ്ച് വരും.
അത് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല കസ്റ്റമറോട്. എടുക്കുമ്പോൾ ഇതൊരു നല്ല ഒരു ബിലോ 10 എത്ര മുതൽ എടുക്കാം? ഒരു 11,000 റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണെങ്കിൽ ഈ മോഡൽ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. 11,000 രൂപ റേഞ്ചിൽ ഇതാണ് ഈ ഷോപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രൊജക്ടർ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ 5,000 രൂപ മേടിക്കാം. പക്ഷെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം ആ റേഞ്ച് എടുക്കുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നമുക്കിപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് നമ്മളിപ്പോൾ ടി വി മേടിക്കുന്ന റേഞ്ചിൽ ഒരു 100 ഇഞ്ചിൽ ആൻഡ്രോയിഡ് ഒരു പ്രൊജക്ടറും ഒരു സ്ക്രീനും മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഉണ്ട് ഇവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, സ്ക്രീൻ ഉണ്ട് അല്ലേ? ഇതിപ്പോ 84 ഇഞ്ചിന്റെ സ്ക്രീനാണ്. ഒരു 3,500 റുപ്പീസ് റേഞ്ച് വരുള്ളൂ, 4,000 താഴെ വരുള്ളൂ റേഞ്ച്. അതും ഒരു പ്രൊജക്ടറും കൂടി മേടിക്കണം മാക്സിമം ഒരു 20,000 റേഞ്ചേ വരത്തുള്ളൂ. അപ്പോഴും നമ്മളൊരു 100 ഇഞ്ച് ടി വി മേടിക്കണമെങ്കിൽ മിനിമം 1 ലക്ഷം റുപ്പീസ് വരും. അത് അപേക്ഷിച്ച് റേറ്റ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഒരു പറയുകയാണെങ്കിൽ ചെറിയൊരു ഡാർക്ക് റൂം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഡാർക്ക് വേണം, കാരണം ലൂമിനസ് കൂടിയ പ്രൊജക്ടർ ആണെങ്കിൽ ചെറിയ ലൈറ്റിലാണെങ്കിലും പിക്ചർ കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ കുറെ മോഡൽസ് ഉണ്ട് സെബ്രോണിക്സിൽ തന്നെ. ഇതിപ്പോൾ ഈ ആൻഡ്രോയിഡ് 7,500 ലൂമിനസ് വരുന്ന പ്രൊജക്ടറാണ്. 7,500 അത് ഓട്ടോ ഫോക്കസ് ആണ്. നമ്മൾ ജസ്റ്റ് പ്രൊജക്ടർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ നമുക്ക് കോണൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ വരുന്ന സെബ്രോണിക്സിന്റെയാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ കാര്യങ്ങൾ അല്ലേ? ഓക്കെ, ഇതിന് നമ്മുടെ വാറണ്ടി പീരീഡ് സർവീസ് കമ്പനി ഗ്യാരണ്ടി ഉള്ള ഐറ്റമാണ്. സെബ്രോണിക്സിന്റെ ആണ്. ഓൾ ഓവർ ഇന്ത്യ സർവീസ് സെന്റർ ഉണ്ട്. ഓട്ടോ വാറണ്ടി സർവീസ്. നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും സർവീസ് കൊടുക്കുന്നുണ്ട്. വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും കമ്പനി സർവീസ് ഉണ്ട്. അവരുടെ സർവീസ് ഉണ്ട്. അവരെ കൊണ്ട് ചെയ്ത് നമ്മളതിന് സപ്പോർട്ട് കൊടുക്കും. അതിനകത്തുള്ള ചെയ്ത് കൊടുക്കും. കാരണം ഇത് കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമ്മൾ സർവീസിന് സപ്പോർട്ട് കൊടുക്കും. നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ മേടിച്ചിട്ട് അവർക്ക് സർവീസ് സെന്റർ കൊണ്ട് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ എന്തായാലും ശരിയാക്കി കൊടുക്കും. കസ്റ്റമർ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനി കാണാൻ പോകുന്നത് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നാട് കുലുക്കുന്ന സ്പീക്കറാണ്. ശരിക്കും നാടല്ല, ഒരു ഈ ഏരിയ തന്നെ നമുക്ക് കുലുക്കാൻ പറ്റിയ സ്പീക്കറാണ് കാണാൻ പോകുന്നത്. നമ്മുടെ റിസോർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതിന്റെ സൈസ് ഒക്കെ കണ്ടില്ലേ? നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടാണ് ഇനി കാണാൻ പോകുന്നത്. ഏത് രീതിയിലായിരിക്കും എന്നറിയില്ല, നമുക്ക് നോക്കാം. റിസോർട്ടിലേക്ക് ഉപയോഗിക്കുന്ന പാർട്ടി സ്പീക്കറാണ്. അതൊരു 10,000 പേര് 500 പേരൊക്കെ ഇരിക്കണം. ഇതിനകത്ത് 2 വെച്ചാൽ മതി. ഇത് 12 ഇഞ്ചിന്റെ 4 സ്പീക്കേഴ്സ് ആണ് അവൈലബിൾ വരുന്നവരാണ്. 350 വാട്ട് RMS വരുന്നതാണ്. ഇതിൽ തന്നെ വേറെ മോഡലുണ്ട്, 15 ഇഞ്ച് സ്പീക്കർ വരുന്നുണ്ട്. 4 മോഡലുണ്ട്. പിന്നെ ഒരു ഇതിന്റെ തന്നെ വേറെ മോഡലുണ്ട്, ഫുൾ ലൈറ്റ് ആയിട്ട് വരുന്ന മോഡലുണ്ട്. ഇതെല്ലാം വെച്ചാൽ റിസോർട്ടിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാതറിങ്ങിന് അല്ലെങ്കിൽ കല്യാണ പരിപാടിക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന സ്പീക്കറാണ്. ഇതിന്റെ കൂടെ 2 കോർഡ്ലെസ് മൈക്ക് വരും. പിന്നെ മൈക്കിന് ഇതുപോലെ തന്നെ മൈക്കിനൊക്കെ നല്ല കരോക്കൊക്കെ പാടാൻ പറ്റും. മൈക്കിന് എക്കോ, ബാസ്, ട്രബിൾ എല്ലാ ഫംഗ്ഷനുള്ള അത്യാവശ്യം പ്രൊഫഷണൽ രീതിയിലുള്ള സാധനമാണ്. നമ്മൾ നേരത്തെ കണ്ട ബാറ്ററി ഉള്ളതില്ലേ, അതിന്റെ ഇരട്ടി വാട്ടേജ് ഉള്ള സാധനമാണ്. അത് 120 വാട്ടാണ്. ഇത് 350 വാട്ട് RMS വരുന്നത്. അത് 12 ഇഞ്ച് ഒരു സ്പീക്കറാണ്. 12 ഇഞ്ച് 4 സ്പീക്കറാണ്. ചേട്ടൻ കേട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. ശരിക്കും ചെവി പൊത്തിയാ നിന്നത്. നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഇതിന്റെ ബാസും ആ ഒരു ബഹളമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് മതിയല്ലേ? ഇത് മതി, അടിപൊളി സാധനമാണ്. ഓക്കെ, ഇത് ഒത്തിരി മൂവിംഗ് ഉള്ള പ്രോഡക്റ്റ് അല്ലേ? ഇതെന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇത് വീടുകളിലേക്കൊക്കെ മേടിച്ചാൽ വീടുകളിലേക്ക് അത്രയും സൗണ്ടിലൂടെ അത്രയും കമ്പുള്ള ആൾക്കാർക്ക് മേടിച്ചിട്ട് പോകും. പക്ഷെ വീട്ടിലേക്ക് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഫുൾ സൗണ്ട് ചിന്തിക്കേ വേണ്ട. ഫുൾ സൗണ്ട് വെക്കാൻ വേണ്ടി വീട്ടിൽ ചിന്തിക്കേ വേണ്ട. പിന്നെ അല്ലേ, പിന്നെ ചിലരെ ക്രൈസ് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് മേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഉപയോഗിക്കുന്ന റിസോർട്ടുകൾ, ഒരു വലിയൊരു ഹാളിലേക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഐറ്റം എന്ന് വെച്ചാല് വേറെ ലെവലാണ്, ഹെവിയാണ്. ഓക്കെ, ഇനി കാണാൻ പോകുന്ന മ്യൂസിക് ലവേഴ്സിന് പറ്റിയ ഒരു മോഡലാണ്. നമുക്ക് വീടിനകത്തൊക്കെ അല്ലേ, വീടിനകത്ത് വെക്കാവുന്ന സ്പീക്കേഴ്സാണ്. ഇതെന്ന് വെച്ചാൽ 10 ഇഞ്ച് സബ്വൂഫർ ചേർത്ത് വരുന്നത്. 10 ഇഞ്ച് സബ്വൂഫറാണ്. 10 ഇഞ്ച് സബ്വൂഫർ. ഇത് ഔട്ട്ഡോർ ഉപയോഗിക്കണല്ല, വീട്ടിലെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. 2 കോർഡ്ലെസ് മൈക്ക് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ടിവിന്ന് കണക്ട് ചെയ്യാനുള്ള HDMI ARC ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇതെന്ന് വെച്ചാൽ ഔട്ട്ഡോർ ഉപയോഗിക്കുന്ന സ്പീക്കറാണ്. ഇത് ഇൻഡോറിൽ വീടിനകത്ത് നല്ല അടിപൊളിയായിട്ട് കേൾക്കാനുള്ള സാധനമാണ്. ഇതിന്റെ തന്നെ ഈ പാർട്ടി സ്പീക്കറൊക്കെ വേറെ മോഡൽസ് ഉണ്ട്. ഇത് നോക്കിയത് ലൈറ്റിംഗ് നോക്കിയതിന്റെ ഇത് അതേപോലത്തെ ഉപയോഗിക്കുന്ന പാർട്ടി സ്പീക്കറാണ് അത്. ഇത് ടവർ സ്പീക്കറാണ്. ഈ ടവർ സ്പീക്കറിൽ തന്നെ നമ്മുടെ അടുത്ത് ഒരു 3,500 തുടങ്ങിയിട്ട്
20,000 വരെയുള്ള ടവർ സ്പീക്കറുകൾ അവൈലബിൾ. ഇതേ ടൈപ്പ് തന്നെ. ഓക്കെ, 3500 മുതൽ 3500 തുടങ്ങിയിട്ട് 20,000 വരെയുള്ള ടവർ സ്പീക്കർ നമ്മൾ പല റേഞ്ചിൽ പല വാട്ടേജിൽ. ഓക്കെ ഓക്കെ. എല്ലാത്തിനും മൈക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിലതിൽ കോഡ്ലെസ് മൈക്ക് 2 ഉണ്ടാവും, ചിലതിൽ ഒരു മൈക്കായിരിക്കും, ചിലത് മൈക്ക് കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. ലോ പ്രൈസിൽ പറഞ്ഞാൽ മൈക്ക് കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, പക്ഷെ മൈക്ക് ഉപയോഗിക്കാം, കരോക്കെ ഉപയോഗിക്കാം. ഓക്കെ, സെപ്പറേറ്റ് വാങ്ങണമെന്നേ ഉള്ളൂ. സെപ്പറേറ്റ് വാങ്ങണമെന്നുള്ളൂ. മൈക്ക് എന്ന് പറഞ്ഞാൽ 200 rupees കൊടുക്കുന്ന മൈക്ക് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിൽ നേരിട്ട് വരുന്നതാണ് നല്ലതല്ലേ? നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പറ്റും. എല്ലാം പോലെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നമ്മുടെ അടുത്തുള്ളതാണ്. പാർട്ടി സ്പീക്കർ ആയാലും ട്രോളി സ്പീക്കർ ആയാലും വേറെ ഷോപ്പിൽ ഇത്രയും കളക്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. അല്ലെ, ഉണ്ടാവില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 3500 മുതൽ 20,000 രൂപ വരെയുള്ള റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നെ പോവാം അല്ലേ? 100% അല്ലേ? വിലക്കുറവ് ആണെങ്കിലും വിലക്കുറവ്, ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും അല്ലേ? വിലക്കുറവ് മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ പറയുന്നത് ആഫ്റ്റർ സർവീസ് ഇല്ലേ, അത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോ ഒരു കസ്റ്റമർ സാധനം മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിന് സർവീസ് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ആണ് കംപ്ലൈന്റ് ഒക്കെ വരാം. അപ്പൊ അതും സ്വാഭാവികമാണ്. പക്ഷെ അത് വന്നാലും നമ്മളൊരു റെസ്പോൺസ് കൊടുക്കും, ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ആണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന വാക്കല്ലേ? കസ്റ്റമർ കൊടുക്കുന്ന വാക്ക്. ഓക്കെ. ഇനി കാണാൻ പോകുന്ന ഈ ഷോപ്പിലെ കാർ ആക്സസറീസിന്റെ കളക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് അതിനുവേണ്ടി മാത്രമായിട്ട് അവർക്ക് അപ്പുറത്തൊരു ഷോപ്പുണ്ട്. അതിന്റെ വീഡിയോ ഞങ്ങൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഈ ഷോപ്പിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കുറച്ച് കാർ ആക്സസറീസ് ആണ്. കാർ ആക്സസറീസ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലിമോറിനുള്ള പ്രൊഡക്റ്റുകളാണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഉണ്ട്, ബ്രാൻഡഡ് എല്ലാം സാംസങ് അല്ല സോണി എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്ത ഷോപ്പിലുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ ജസ്റ്റ് കാണിക്കുന്നു. ഓക്കെ, ശരി, നമുക്ക് ഓരോന്ന് നോക്കിയാലോ? ഇത് സിംഗിൾടൺ സ്റ്റീരിയോ ആണ്. ഓക്കെ. ഇത് കാറിൽ ഉപയോഗിക്കുന്ന സബ് ഊഫർ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന വയറിംഗ് കിറ്റ് ആണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെ ലോ ക്വാളിറ്റി ഉണ്ട്, ഹയർ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ. ഓക്കെ. കാർ സ്റ്റീരിയോ സ്റ്റാർട്ടിംഗ് എത്രയാണ്? കാർ സ്റ്റീരിയോ സ്റ്റാർട്ടിംഗ് 1200 റേഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല, ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാം പുതിയ വരുന്നത്. ഡബിൾ ഡിൻ വരുന്നത്, ഡബിൾ ഡിൻ അല്ല 9 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഉണ്ട്. 9 ഇഞ്ച്. അതിനകത്ത് തന്നെ ഇത് 4GB 64GB വരുന്നതാണ്. ഇത് 2GB 32GB വരുന്നതാണ്. ഓക്കെ. പിന്നെ അതിന്റെ പ്രോസസ്സർ അനുസരിച്ച് പല റേറ്റ് വരും. 5000 രൂപ കേട്ട് മേലോട്ടുള്ള ആൻഡ്രോയിഡ് നമ്മുടെ അവൈലബിൾ ആണ്. ഓക്കെ. ഇത് ബാസ് ട്യൂബേഴ്സ് ആണ്. ഇത് കാറിൽ വെക്കുന്ന LED ലൈറ്റ്സ് ഇല്ലേ, ഹെഡ് ലൈറ്റില് ഫോഗ് ലാമ്പിലൊക്കെ ഇടുന്ന 7000 ലൂമിനൻസ് അല്ലേ? 7000 ലൂമിനൻസ്. സാധാരണ ഫിലമെന്റ് ബൾബിനെ കാട്ടി വൈറ്റ് കളറിൽ നല്ല വെട്ടമുണ്ടോ, നല്ല വെളിച്ചുള്ളതാണ്. ഈ ഒത്തിരി യാത്ര ചെയ്യുന്നവർക്കല്ലേ? ഇത് പ്യുവർ വൈറ്റ് ആയിരിക്കും LED ബൾബ്. ഓക്കെ. 2 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. 2 വർഷം. പിന്നെ ഇത് കാറിൽ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ് ആണ്. സബ് ഊഫർ ലിമോർ എന്നുള്ള ബ്രാൻഡിലുള്ള ഈ സബ്, ഇത് ആംബും സബും കൂടെ ഒരുമിച്ച് ആംപ്ലിഫയർ ഉള്ള സബ് ഊഫർ ആണ്. ഒത്തിരി ആവശ്യക്കാർ വാങ്ങുന്നതാണ്. കാരണം ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നോർമൽ കാറിലൊക്കെ ഇത് 8 ഇഞ്ച് വെച്ചാൽ മതിയോ. കുറച്ചുകൂടി വലിയ വണ്ടിയാണെങ്കിൽ 10 ഇഞ്ച്. 10 ഇഞ്ചിൽ തന്നെ നമ്മുടെ ബോക്സ് ടൈപ്പ് ഉണ്ട്. എല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടില്ല, ഇതിപ്പോ ജസ്റ്റ് കാണിച്ചെന്ന് പറഞ്ഞു. ലിമോറിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ സ്പീക്കേഴ്സ് ഉണ്ട്, സെൻസർ ഉണ്ട്, ക്യാമറ ഉണ്ട്. ഓക്കെ. ഇത് കാറിൽ ഉപയോഗിക്കുന്ന ഇപ്പൊ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ് DVR ആണ്. ഓക്കെ. ഇപ്പൊ അറിയാമല്ലോ നമ്മുടെ ട്രാഫിക്, നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം, ആക്സിഡന്റ് പ്രശ്നങ്ങൾ. നമ്മൾ മര്യാദയ്ക്ക് പോയാൽ പോലും ഇങ്ങോട്ട് വന്നിട്ട് അവസാനം നമ്മൾ പ്രശ്നക്കാരാവും. അപ്പൊ ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ആവും, SD കാർഡിലേക്ക് റെക്കോർഡ് ആവും. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന. ഇത് ബാക്കപ്പ് എങ്ങനെ എറേസ് ആയി പോകുന്നത്? പഴയത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അത് 128GB മെമ്മറി കാർഡ് സപ്പോർട്ട് ആവും. ആ മെമ്മറി ഫുൾ ആവുന്നതനുസരിച്ച് ബാക്കിൽ എറേസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഫ്രണ്ടിൽ ബാക്കിൽ വരുന്നുണ്ടോ? ഫ്രണ്ട് മാത്രം. ഓക്കെ. ഇതിന്റെ ഫ്രണ്ട് ബാക്ക് വരുന്ന അതുകൊണ്ട് നമ്മുടെ. ഓക്കെ ഓക്കെ. അത് നമ്മുടെ ബഡ്ജറ്റ് പോലെ ബഡ്ജറ്റ് ഇതൊക്കെ ഒരു 2500 റേഞ്ചിൽ 2500 റേഞ്ചിലുള്ള സാധനം. ഓക്കെ. അപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാം, ഏത് വണ്ടിയിലും വെക്കാം. ഇപ്പൊ ഏത് വണ്ടി സ്റ്റീരിയോ ആയാലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് കാറിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അത് വേറെ വയറിംഗ് ഒന്നുമില്ല. ജസ്റ്റ് കാറിന്റെ USB-ലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ SD കാർഡിലേക്ക് റെക്കോർഡ് ആവും. ഓക്കെ. സിമ്പിൾ ആണ്. 2500 മുതൽ ഇവിടെ അല്ലേ? കാർ ക്യാമറകളെല്ലാം ഡാഷ് ക്യാം എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇത് കാറിൽ ഉപയോഗിക്കുന്ന ഹൈ റെസൊല്യൂഷൻ HD ക്യാമറയാണ്. ഓക്കെ. ഫിഷ് അല്ലേ? സാധാരണ ക്യാമറയ്ക്ക് വരുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് 480 വരുള്ളൂ. ഇത് 1080 ഫുൾ HD ക്യാമറയാണ്. 1080 ഫുൾ HD ക്വാളിറ്റി ആയിരിക്കും. അത്രയും ക്വാളിറ്റി ആയിരിക്കും. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന ഐറ്റമാണ്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി. ഇത് മെയിൻ ഇത് വെച്ചാൽ ഫിഷ് ഐ ക്യാമറയാണ്. റെസൊല്യൂഷൻ ആണ്. നമ്മൾ ക്യാമറ എന്ന് പറയുമ്പോൾ ചേട്ടൻ അറിയാലോ, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ അതേപോലെ തന്നെ ക്യാമറയിൽ ഇത് 1080 ഫുൾ HD ക്യാമറ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. റിവേഴ്സ് കാണുന്ന നല്ല ക്ലാരിറ്റി ആയിരിക്കും. പക്ഷേ ഒരു കർവ് പോലെ അല്ലേ? വൈഡ് ആംഗിൾ ആയിരിക്കും. ഓക്കെ. അതാണ് വരുന്നത്. പിന്നെ ഇത് സ്പീക്കേഴ്സ് ഉണ്ട്, സബ് ഊഫർ,
എല്ലാം ഐറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രാൻഡഡ് എല്ലാ ഐറ്റം ഉണ്ട്. JBL, പൈനിയർ, സോണി എല്ലാ ഐറ്റം അവൈലബിൾ. അതൊക്കെ അതിന്റെ കളക്ഷൻ ഒക്കെ ആണെങ്കിൽ ശരിക്കും അവരുടെ അടുത്ത ഷോപ്പ് അല്ലേ? അല്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളുടെ എല്ലാം ഇപ്പോൾ കാണിച്ചു കൊടുക്കാനായിട്ട്. അതെ അതെ, വീഡിയോ ലെങ്ത് എൻ്റെ അടുത്ത് വന്നപ്പോഴേ ചോദിച്ചു വീഡിയോ നിങ്ങൾ എത്രയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഒരു അല്ലേ ഒരു എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കാണിച്ചു കൊടുക്കാം. എല്ലാം വീഡിയോയിൽ നമുക്ക് കാണിക്കുന്ന ആൾക്കാർ പിന്നെ വീഡിയോക്ക് അതെ, ഇപ്പോൾ ഒത്തിരി പ്രോഡക്റ്റുകൾ കാണിക്കുന്നില്ല, എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ ഷോപ്പിൽ വിളിച്ചിട്ട് ഇവിടെ കളക്ഷനൊക്കെ നോക്കി വിലയൊന്നും നോക്കിയതിന് ശേഷം മാത്രം മറ്റൊരു ഷോപ്പിലേക്ക് പോകുക. ഈ ഷോപ്പിൽ വന്നാൽ മാത്രമല്ല വിലക്കുറവ്, ഇവരുടെ തന്നെ അല്ലേ? നമ്മുടെ കാലിക്കറ്റ് നടക്കാവിൽ നമ്മുടെ ഷോപ്പുണ്ട്. അതിന്റെ നമ്പർ നമ്മൾ തരാം. അതിന്റെ നമ്പർ കൂടി ഞാൻ വീഡിയോയിൽ തരാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ മലപ്പുറം സൈഡിൽ കണ്ണൂരോ കാലിക്കറ്റോ എവിടെ നിന്ന് വരുന്നാലും നമുക്ക് കാലിക്കറ്റിലും കൂടി അവൈലബിൾ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഡെലിവറി കൊറിയർ അയച്ചു കൊടുക്കാം. പക്ഷേ എന്നാലും കുറച്ച് കണ്ട് ഇത് എടുക്കണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കാലിക്കറ്റിലും കൂടി ഷോപ്പാണെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരുമാതിരിപ്പെട്ട മിക്കവാറും ഷോപ്പുകളിലൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു വാക്ക് ഇല്ലേ? ഓക്കെ, ഇത് കണ്ടോ 5 ബാർ സ്പീക്കറിന്റെ കയ്യിലുള്ളത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തത്? ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന സ്പീക്കറാണ്. സെബ്രോണിക്സിന്റെ 5 ബാർ സ്പീക്കർ. നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഷെയർ ചെയ്തതിനു ശേഷം പിന്നെ കഴിയുമെങ്കിൽ നല്ലൊരു കമന്റ് നിങ്ങൾക്ക് നമ്മളോട് പറയാവുന്ന കമന്റ് അത് ഇട്ടോട്ടെ, പ്രശ്നമില്ല. അതെ, എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, എന്താ അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ, തിരുത്താനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നല്ലൊരു കമന്റ് രേഖപ്പെടുത്തിയ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്കുള്ള സമ്മാനം എന്റെ കയ്യിരിക്കുന്നത് അല്ലേ? ഇത് ബാർ സ്പീക്കർ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഉറപ്പല്ലേ? ഉറപ്പ്, 100% ഉറപ്പ്. ഓക്കെ, ഇപ്പോഴേ ഇത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് കമന്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ അവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യം ചെയ്താൽ മതി. ഈ സമ്മാനം നിങ്ങൾക്കുള്ളതാണ്. ഇനി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ ചേട്ടന്റെ പേര് പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. ഞാൻ അതൊന്നുകൂടെ പറഞ്ഞു തരാം. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണിച്ചാൽ മതി. ഈ ചാനലിൽ വീഡിയോ കണ്ടിട്ട് വരുന്ന പറയുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി സന്തോഷമാണല്ലോ. അപ്പൊ അതിനുള്ള ഡിസ്കൗണ്ട് മാക്സിമം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ ചാനലിന്റെ പേര് ഈ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതും മറക്കണ്ട, നിങ്ങൾക്ക് സാധാരണ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും കിട്ടുന്നത്, അതിന് കൂടെ ഒരു ഡിസ്കൗണ്ടും കൂടെ അല്ലേ? ഓക്കെ, ഉറപ്പല്ലേ? ഞാൻ ധൈര്യമായിട്ട് പറയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. ഓക്കെ.